Good afternoon all. ഇന്ന് നമ്മളൊരു പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മുടെ പബ്ലിക് എക്സാമിന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക സെഷനിലെ ഒരു ലാസ്റ്റ് പോർഷൻ ആണ് ഈ പ്രോബ്ലം. ഈ ടൈപ്പിലുള്ള വേറെയും കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടും തരും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇതൊരു ഗ്രേഡിയന്റ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. കാരണം ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ടാക്കിയോമെട്രിയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് അനലിറ്റിക് ലെൻസിന്റെ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അനലിറ്റിക് ലെൻസ് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് 100 ആയിരിക്കും എപ്പോഴും, അഡിറ്റീവ് കോൺസ്റ്റന്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പം നമുക്ക് ആ സി എന്നുള്ള പാർട്ട് ഒഴിവാക്കാം അല്ലേ? കാരണം സി ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഒരു വെർട്ടിക്കലി ഹെൽഡ് സ്റ്റാഫിന്റെ കേസ് വരികയാണെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡിയുടെ ഇക്വേഷൻ എന്താണ്? ഡി ഈസ് ഈക്വൽ ടു KS cos square theta plus C cos theta. അതിനകത്ത് C 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C cos theta എന്ന് പറയുന്ന ആ ഒരു ടേം കംപ്ലീറ്റ് 0 ആയി. പിന്നെ നമ്മൾ അതിനകത്തോട്ട് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ K equal to 100 ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം അല്ലേ? ഇതാണ് അനലിറ്റിക് ലെൻസ് യൂസ് ചെയ്യുന്നത് കാര്യം കൊണ്ടുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജും പിന്നെ അത് എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദ ഫോളോയിങ് റീഡിങ്സ് were taken on a vertical held staff with tachyometer fitted with an analytic lens and having a constant of 100. Find the gradient of AB. അതായത് A and B എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റിന്റെ ഇടയ്ക്കുള്ള ഗ്രേഡിയന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ കഴിഞ്ഞ ലെവലിംഗ് നമ്മൾ ചെയ്തപ്പോൾ ഗ്രേഡിയന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെമസ്റ്ററിൽ. പക്ഷെ എന്നാലും ഞാൻ പറയാം എന്താ ഗ്രേഡിയന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താ ഗ്രേഡിയന്റ് എന്നൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഈ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോ രണ്ട് ലെവലിലായിട്ടിരിക്കുന്ന രണ്ട് പോയിന്റ്സ്. ഓക്കെ, ഇവിടെ ഒരു എ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ബി പോയിന്റ് ഉണ്ട്. ഇത് രണ്ടും രണ്ട് പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ലേ? ഇതിന്റെ തമ്മിൽ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. കണ്ടോ? ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. സെയിം ലെവലിലല്ല രണ്ട് പോയിന്റും ഇരിക്കുന്നത് അല്ലേ? അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? ഇതൊരു സ്ലോപ്പ് ആണ് അല്ലേ? ഈ സ്ലോപ്പിനെയാണ് നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്ലോപ്പ് പറയുമ്പോൾ സാധാരണ നിങ്ങൾ 1/30, 1/20 എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ എന്താ 1/20 അല്ലെങ്കിൽ 1/30 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 മീറ്റർ വെർട്ടിക്കലിന് 20 മീറ്റർ ഹൊറിസോണ്ടൽ. അതാണ് 1/20 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 20 മീറ്റർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കും. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കും. അതാണ് 1/20, 1/30 എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വെർട്ടിക്കൽ ഹൈറ്റ് ഒരു 1 മീറ്ററും ഇത് 20, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 20 ആണെങ്കിൽ നമുക്കിതിനെ 1/20 എന്ന് പറയാം. അതേപോലെ തന്നെ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആ സ്ലോപ്പ്, നമ്മൾ ആ സ്ലോപ്പിനെ ഡിഫൈൻ ചെയ്യുന്നില്ലേ 1/20, അതിനെ തന്നെയാണ് നമ്മൾ ഗ്രേഡിയന്റ് എന്നും പറയുന്നത്. രണ്ട് പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസിനെ നമ്മളൊരു റേഷ്യോ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നു. അതാണ് എന്ത്? ഗ്രേഡിയന്റ്. അപ്പൊ നമ്മളോട് ഇവിടെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും നമുക്ക് കണ്ടുപിടിക്കണം എന്ന് മനസ്സിലായി അല്ലേ? കാരണം ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ട് വാല്യൂസ് മസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ദെൻ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. എന്നാലേ നമുക്ക് ഗ്രേഡിയന്റ് കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു സിംഗിൾ ക്വസ്റ്റ്യനകത്ത് അവര് രണ്ടും ഇൻക്ലൂഡ് ചെയ്ത് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങളോട് ഏത് എ ആൻഡ് ബി ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കുക എന്നുള്ളതിന് പകരം
ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഇവരൊന്ന് ഗ്രേഡിയന്റ് എന്നാക്കി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇവിടെ ഒരു ബോക്സിൽ നമുക്ക് സ്റ്റാഫ് സ്റ്റേഷൻ 2 പോയിന്റിലായിട്ടാണ് നമ്മൾ സ്റ്റാഫ് വെച്ചിട്ടുള്ളത്, എയും ബിയും. ഓക്കെ, ഇത് രണ്ടും എന്താണ്? സ്റ്റാഫ് സ്റ്റേഷൻസ് ആണ്. ദെൻ ബിയറിങ്ങുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, എയിലേക്കും ബിയിലേക്കുള്ള ആംഗിൾസ്. ദെൻ തന്നിട്ടുള്ളത് സ്റ്റാഡിയ റീഡിംഗ് ആണ്. സ്റ്റാഡിയ റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റാഡിയ ഡയഫ്രത്തിനകത്ത് 3 ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർസ് ആണ് ഉള്ളത്. ടോപ്പ്, മിഡിൽ, ദെൻ ബോട്ടം. അപ്പോൾ ഈ 3 നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബിയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന 3 റീഡിങ്സും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എയിലേക്കും ബിയിലേക്കുള്ള വെർട്ടിക്കൽ ആംഗിൾസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണ് കിടക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഒരെണ്ണം ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. ഈ 8 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. 5 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്നത് -5 ഡിഗ്രി 30 മിനിറ്റ് ആണ്. അപ്പൊ അതെന്താണ്? ആംഗിൾ ഓഫ് ഡിപ്രഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൈനസ് സൈൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അല്ലാണ്ട് ഇതിന് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരിക്കലും മൈനസ് ഇട്ടിട്ടല്ല ചെയ്യാം. ഈ ഒരു ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ മൈനസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഫിഗർ നമ്മൾ വരയ്ക്കുന്നതാണ് കേട്ടോ. ഒരിക്കലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഫിഗർ തന്നിട്ടുണ്ടാവില്ല. ഫിഗർ നമ്മൾ വരയ്ക്കുന്നതാണ്. അത് വരച്ചിട്ടില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും. വരച്ചാൽ മാത്രം ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വരയ്ക്കുകയോ വരയ്ക്കാതിരിക്കുകയോ ചെയ്യാം. എക്സാമിന്റെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്ന ഫിഗറേ ഉള്ളൂ ഇത്. അപ്പൊ 2 പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 2 പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് അതിന്റെ ഗ്രേഡിയന്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ എയും ബിയും ആണ് സ്റ്റാഫ് സ്റ്റേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എ ആൻഡ് ബിക്ക് ഇടയ്ക്കായിരിക്കും. എ പോയിന്റിന്റെയും ബി പോയിന്റിന്റെയും നടുവിലായിട്ടായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ഇൻസ്ട്രുമെന്റ് കൊണ്ടുവച്ചിരിക്കുക. അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ അസ്യൂം ചെയ്യേണ്ട കാര്യമാണ്. എ ആൻഡ് ബിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് കൊണ്ടുവച്ചിരിക്കുന്നത്. നമ്മളത് ഊഹിച്ചെടുക്കണം. പിന്നെ 2 ബിയറിങ്ങുകൾ തന്നിട്ടുണ്ട് അല്ലെ? ഈ ബിയറിങ്ങുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ബിയറിങ്ങുകൾ നമ്മുടെ ഈ 2 പോയിന്റുകൾ സ്ട്രൈറ്റ് ലൈനിലാണോ അതോ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന പോയിന്റിൽ നിന്നും എത്രമാത്രം ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതൊക്കെ ഉള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ പറ്റി നമുക്ക് പറയാം. ദെൻ 3 റീഡിങ്ങുകൾ സ്റ്റാഡിയ റീഡിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു പ്രോബ്ലം കാണുമ്പോൾ എന്ത് മനസ്സിലാക്കണം? എ ആൻഡ് ബി ഇസ് 2 സ്റ്റാഫ് സ്റ്റേഷൻസ്. ദെൻ അതിന്റെ സെന്ററിലായിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് വെക്കുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അതെന്ത് ചെയ്യണം? നമ്മൾ മുകളിൽ വരയ്ക്കണം. അതാണല്ലോ ഇവിടെ. അത് കാരണമാണ് നമ്മൾ മുകളിലേക്ക്, അതായത് ഇവിടെ നമ്മൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുള്ള 2 പോയിന്റ് അസ്യൂം ചെയ്തു. എ എന്ന് പറയുന്ന പോയിന്റ് കുറച്ച് എലിവേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഈ ഒരു ആംഗിൾ കണ്ടപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. ഈ ഒരു ആംഗിൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന പോയിന്റ് കുറച്ച് എലിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമ്മളൊരു എലിവേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ്, അതായത് ഇങ്ങനെ ഒരു സ്ലോപ്പ് വരയ്ക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് എ വരേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ എ എന്ന പോയിന്റിൽ സ്റ്റാഫ് കൊണ്ടുവച്ചു. ദെൻ അതിലേക്ക് എടുക്കുന്ന 3 റീഡിങ്സ് നോട്ട് ചെയ്തു അല്ലെ? അതിലേക്ക് 3 റീഡിങ്ങുകൾ ഉണ്ട്. ഏറ്റവും ബോട്ടം റീഡിങ് 0.95, 1.5, 2.05. ഇത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ബോട്ടം പോയിന്റ് എന്ന് പറയുന്നത് 0.95 ആണ്. കാരണം എന്താണ്? അതാണ് ഏറ്റവും ചെറുത്. പിന്നെ മിഡിൽ പോയിന്റ് 1.5. അത് കൊടുത്തിരിക്കുന്ന ഓർഡറും അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ലോവർ, ദെൻ മിഡിൽ, അപ്പർ, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളത് നോട്ട് ചെയ്തു. 3 സ്റ്റാഡിയ റീഡിങ്ങുകളാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്തത്. ദെൻ നമുക്ക് 3 നോട്ട് ചെയ്തു. പിന്നെ അവിടേക്ക് എടുക്കുന്ന ആംഗിൾ നമ്മൾ പറഞ്ഞു 8 ഡിഗ്രി 30 മിനിറ്റ് ആണെന്ന്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ നിന്നും നമ്മൾ ഈ ഒരു സ്റ്റാഫിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഒരു
ആംഗിൾ ഉണ്ടായിരിക്കും. ഈ ആംഗിൾ നമുക്ക് എവിടെയാണ് റീഡ് ചെയ്യാൻ പറ്റുക? നമ്മുടെ വെർട്ടിക്കൽ സർക്കിളിൽ അല്ലേ? അപ്പൊ ഈ വെർട്ടിക്കൽ സർക്കിളിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ആംഗിൾ എന്ന് പറയുന്നത് 8 ഡിഗ്രി 30 മിനിറ്റ് ആണ്. അപ്പൊ നമുക്ക് അതും കിട്ടി. ഇവിടെ നമ്മളിങ്ങനെ 8 ഡിഗ്രി 30 മിനിറ്റ് എന്ന് വെർട്ടിക്കൽ സർക്കിളിനകത്ത് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഒബ്സർവേഷൻസ് കഴിഞ്ഞു. ഇവിടെ ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്ത് നമ്മൾ ബിയിലേക്ക് പോവാണ്. അപ്പൊ ബി എന്ന് പറയുന്നത് പോയിന്റ് സ്വാഭാവികമായിട്ടും അതിന്റെ ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ അത് താഴെ നമ്മൾ നോട്ട് ചെയ്തു. അപ്പൊ നമ്മൾ സ്റ്റാഫ് ഇവിടെ കൊണ്ടുപോയി വെച്ചു. ദെൻ അതിലേക്കുള്ള 3 സ്റ്റാഡിയ റീഡിങ്സും നമ്മൾ എടുത്തു. ഓക്കെ, 3 സ്റ്റാഡിയ റീഡിങ്സ് എന്തൊക്കെയായിരുന്നു? 0.845, 2.1, ദെൻ 3.15. ഓക്കെ, അപ്പൊ അത് നമ്മൾ എടുത്തു. ഇനി നമുക്ക് എന്ത് വേണം? അവിടേക്കുള്ള വെർട്ടിക്കൽ ആംഗിൾ വേണം അല്ലേ? വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ആ ഒരു ലൈൻ ഓഫ് സൈറ്റിലേക്കുള്ള ആംഗിൾ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് കാരണം ഇവിടെ നമ്മൾ ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ഉണ്ട് അല്ലെ? ഇൻസ്ട്രുമെന്റ് ആക്സിസ് ഉണ്ട്. ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും നമ്മുടെ ആ സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ആംഗിൾ ആണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ -5 ഡിഗ്രി 30 മിനിറ്റ് എന്ന് തന്നിട്ടുള്ളത്. മൈനസ് എന്ന് പറയുന്നത് അത് ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. എ ആൻഡ് ബി എന്ന് പറയുന്നത് അപ്പുറത്തുപ്പുറത്തുമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ രണ്ടും, അതായത് ഇവിടെ 2 ഡിസ്റ്റൻസസ് നമുക്ക് കണ്ടുപിടിക്കണം, D1 ആൻഡ് D2 അല്ലെ? കാരണം ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഇൻസ്ട്രുമെന്റിൽ നിന്നും സ്റ്റാഫിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ D എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് ഒരിക്കലും എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം ഇൻസ്ട്രുമെന്റിൽ നിന്നും സ്റ്റാഫിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ? ഫസ്റ്റ് നമ്മുടെ എലിവേറ്റഡ് സ്റ്റാഫിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് എ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് D കണ്ടുപിടിക്കുക. ദെൻ ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ ഇരിക്കുന്ന സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫിലേക്ക് നമ്മൾ എടുക്കുന്ന ആ സ്റ്റാഫിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പൊ D1 ആൻഡ് D2 എന്ന് പറഞ്ഞിട്ട് 2 ഡിസ്റ്റൻസുകൾ തമ്മിൽ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് അതൊന്നല്ല വേണ്ടത്, ഗ്രേഡിയന്റ് ആണ്. പക്ഷെ അത് നമ്മൾ അത് കണ്ടുപിടിക്കണ്ടേ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഗ്രേഡിയന്റ് കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പം D1 ആൻഡ് D2 എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും? D1 എന്ന് പറയുമ്പോൾ D1ലേക്ക്, അതായത് എ എന്ന പോയിന്റിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് D1, എ എന്ന പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് V1 കണ്ടോ? V1. ദെൻ എ എന്ന പോയിന്റിലേക്ക് ഉള്ള ഈ ഒരു സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് H. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ വെർട്ടിക്കലി ഹെൽഡ് സ്റ്റാഫ് ആയത് കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്? വെർട്ടിക്കലി ഹെൽഡ് സ്റ്റാഫ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ? അതുകൊണ്ടാണ് ഇതിങ്ങനെ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. വെർട്ടിക്കൽ സ്റ്റാഫ് ആണെന്ന് തന്നിട്ടുണ്ട്. വെർട്ടിക്കൽ സ്റ്റാഫ് ആയിരിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് KS cos square theta plus C cos theta എന്നാണ്. അതേപോലെ തന്നെ വിയുടെ ഇക്വേഷൻ എന്താണ്? V is equal to KS sin 2 theta by 2 plus C sin theta. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നമ്മുടെ ഇക്വേഷൻ നോർമൽ, അതായത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന് നോർമൽ ആയിട്ടാണ് ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇക്വേഷന് ചേഞ്ച് വരും അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു D എന്ന് പറയുന്നത് 2 കേസസ് ആയിട്ടാണ് പറഞ്ഞത് അല്ലേ? ഒന്ന് ആംഗിൾ ഓഫ് എലിവേഷനും അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഡിപ്രഷനും. രണ്ടിന്റെയും ഡിയുടെ ഇക്വേഷൻ സെയിം ആണ്, വിയുടെ ഇക്വേഷൻ സെയിം ആണ്. പക്ഷെ എലിവേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്? D is equal to KS plus C cos theta plus H sin theta എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. അതായത് നമ്മള് ഇൻസ്ട്രുമെന്റ് ഇപ്പോ നോർമൽ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന് നോർമൽ ആണെങ്കിൽ നമ്മളോട് പറയൂ കേട്ടോ, ലൈൻ ഓഫ് സൈറ്റിന് നോർമൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്. ഇക്വേഷൻ ചേഞ്ച് ആവും അല്ലെ? ഇക്വേഷൻ ചേഞ്ച് ആവും. അതാണ് നമ്മൾ പറഞ്ഞത് KS plus C cos theta minus H sin theta. ഓക്കെ, ഇത് ഡിയുടെ ഇക്വേഷൻ. അല്ല, സ്റ്റാഫ് വെർട്ടിക്കൽ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ D എന്താണ്?
KS cos square theta plus C cos theta. Angle of elevation എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. എങ്ങനെ എലിവേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻസ്ട്രുമെന്റ് താഴെയും നമ്മുടെ പോയിന്റ് മുകളിലുമാണെങ്കിൽ നമുക്ക് എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ്. അപ്പോഴാണ് ഈ ഒരു ഫോർമുല വരിക. KS plus C cos theta plus H sin theta. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? KS plus C cos theta minus H sin theta. ഓക്കെ, അപ്പൊ നമുക്കിത് നോക്കാം. V1 ഉണ്ടല്ലേ? V1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? KS sin 2 theta sin 2 theta. അപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ sin 2 theta തന്നെ ചെയ്യണം കേട്ടോ. അതായത് sin ഇൻറ്റു ഈ 2 വെട്ടിക്കളയുള്ളതല്ലാന്ന്, അതായത് 2 തീറ്റയുടെ ഇടയിലല്ല 2 വരുന്നത്, sin 2 theta by 2 ആണ്. അതായത് sin ഇൻറ്റു 2 ഇൻറ്റു sin 2 ഇൻറ്റു 8 ഡിഗ്രി 30 മിനിറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്ററിൽ ആദ്യം കണ്ടുപിടിക്കുക. ദെൻ അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് 8 ഡിഗ്രി 30 മിനിറ്റ് ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 ചെയ്തിട്ട് ഇൻറ്റു സൈൻ ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? V1 അങ്ങനെ കണ്ടുപിടിക്കാം. D is equal to KS cos square theta എന്ന് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. KS cos square theta. അപ്പോൾ ഇവിടെ എല്ലാം θ1 ആയിരിക്കും. അതുപോലെ V1 എന്ന് പറയുന്നത് S1 ഒക്കെ ഫസ്റ്റ് സ്റ്റേഷൻ ആയത് കാരണം എല്ലാം 1 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് S എന്ന് പറയുന്നത് എന്തായിരിക്കും? S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ്? സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ് അല്ലേ? അതായത് ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റാഫ് റീഡിങ്ങുകൾ, അതായത് സ്റ്റാഡിയ ഡയഫ്രം ഉണ്ട് ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ, അതിന് കിട്ടുന്ന റീഡിങ്ങുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ടോപ്പ് ആൻഡ് ബോട്ടം റീഡിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് S എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് S ഈക്വൽ ടു എന്ത് പറയാം? 2.050 മൈനസ് 0.95 എന്ന് പറയാം. ഓക്കെ, അതായിരിക്കും S എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? S1 എന്ന് പറയാം. തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറിയാം 8 ഡിഗ്രി 30 മിനിറ്റ് ആണ്. ഇനി എന്തെങ്കിലും അറിയാത്തുണ്ടോ? എല്ലാം നമുക്കറിയാം. അപ്പൊ നമുക്ക് D1 ഉം V1 ഉം കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം അല്ലെ? D1 കിട്ടി, അതേപോലെ തന്നെ V1 ഉം കിട്ടി. സ്റ്റാഫ് സ്റ്റേഷൻ അറ്റ് A, S1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 2.060 minus 0.94, that is 1.120 അല്ലെ? 2.050 minus 0.95. 060 എന്നാട്ടോ എഴുതിയിരിക്കുന്നത്, 050 ആണ്, 0.95 ആണ്. കാൽക്കുലേഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് റീഡിംഗ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1.12 എന്ന് കിട്ടി. അതാണ് നമ്മുടെ S1 എന്ന് പറയുന്നത്. θ1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 8 ഡിഗ്രി 30 മിനിറ്റ്. പിന്നെ സെൻട്രൽ വയർ റീഡിംഗ് എന്ന് പറയുന്നത് 1.5. ഓക്കെ, അത് നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ ഇവിടെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. D1 എന്ന് പറയുന്നത് നമുക്കറിയാം K ഈക്വൽ ടു 100 ആണ്. ഇൻ ദ കേസ് ഓഫ് എ അനലറ്റിക് ലെൻസിന്റെ കേസിൽ K is equal to 1 ആണ്. അപ്പൊ KS cos square theta എന്ന് പറയുമ്പോൾ നമുക്ക് K എന്ന് പറയുന്നത് എന്തെടുക്കാം? 100 എടുക്കാം. 100 into S is equal to എന്താണ്? S is equal to difference between top and bottom cross hairs. അപ്പോൾ S is equal to 1.12 എന്ന് വരും. അപ്പോൾ S 1.12, theta equal to 8 degree 30 minute. ഓക്കെ, അപ്പോൾ 100 into 1.12 into cos square theta, അതായത് cos square 8 degree 30 minute. അപ്പോൾ നമുക്ക് ടോട്ടൽ D1 എന്ന് പറയുന്നത് 109.553 മീറ്ററിന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? V1 കണ്ടുപിടിക്കണം. V1 is equal to നമുക്കറിയാം KS sin 2 theta by 2 plus C sin theta ആണ്.
അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി ടേം ഉണ്ട് അല്ലേ, സി കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. പക്ഷെ സി ഈസ് ഈക്വൽ ടു 0 ആണ് ഫോർ ആൻ അനലിറ്റിക് ലെൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടേം ഇവിടെ കൺസിഡർ ചെയ്യാത്തത്. അത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഈ സി എന്നുള്ള ടേം എന്തുകൊണ്ടാണ് ഇവിടെ എടുക്കാത്തത്? നമ്മുടെ സി ഈക്വൽ ടു 0 ആയത് കാരണം സി ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 0. അത് കാരണമാണ് നമ്മൾ ഈ സിയുടെ ടേം ഇവിടെ എടുക്കാത്തത്. എന്തുകൊണ്ടാണ് അത് എടുക്കാത്തതെന്ന് ചിന്തിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് V1 കണ്ടുപിടിക്കണം. V1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കോസ് തീറ്റ കോസ് സൈൻ 2 തീറ്റ ബൈ 2 പ്ലസ് സി സൈൻ തീറ്റ. സി ഇസ് ഈക്വൽ ടു 0 ആയത് കാരണം നമ്മൾ ആ ടേം പിന്നെ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് 100 KS സൈൻ 2 തീറ്റ ബൈ 2 എന്ന് മാത്രം എടുത്താൽ മതി. ഇതിനകത്ത് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഡിഗ്രി 30 മിനിറ്റ്, 8 ഡിഗ്രി 30 മിനിറ്റ് ഇൻറ്റു 2. ഓക്കെ, 8 ഡിഗ്രി 30 മിനിറ്റ് ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 17 ഡിഗ്രി എന്ന് വരും. ഡിവൈഡഡ് ബൈ സൈൻ 17 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 16.3728 എന്ന് വന്നു. അപ്പോൾ V1 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്റ്റേഷൻ ബിയുടെ റീഡിങ്ങുകൾ കണ്ടുപിടിക്കണം. സ്റ്റേഷൻ ബിയുടെ നമ്മൾ എന്തൊക്കെയാ വരിക നോക്കി നോക്കൂ. S is equal to 3.150 minus 0.845. അതല്ലേ എസ്? ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റാഫ് റീഡിങ്ങുകൾ തമ്മിലുള്ള ഡിഫറൻസ്. 3.15 മൈനസ് 0.845 എന്ന് പറയുമ്പോൾ നമുക്ക് S2 കിട്ടും. S2 കിട്ടി. തീറ്റ ഈക്വൽ ടു 5 ഡിഗ്രി 30 മിനിറ്റ് അല്ലേ? തീറ്റ 2 is equal to 5 ഡിഗ്രി 30 മിനിറ്റ്. ദെൻ D2 കണ്ടുപിടിച്ചൂടെ? D2 ഈക്വൽ ടു എന്ത് വരും? D2 ഈക്വൽ ടു 100, അതായത് KS കോസ് സ്ക്വയർ തീറ്റ അല്ലെ? K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആണ്. ദെൻ S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.15 മൈനസ് 0.845 ദാറ്റ് ഈസ് 2.3. അപ്പോൾ 2.3 കോസ് സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റയിൽ തീറ്റ ഈസ് ഈക്വൽ ടു 5 ഡിഗ്രി 30 മിനിറ്റ് ആണ്. അപ്പോൾ കോസ് സ്ക്വയർ 5 ഡിഗ്രി 30 മിനിറ്റ്. അപ്പോൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 227.385 എന്ന് വന്നു. ഇതാണ് നമ്മുടെ D2. അപ്പോൾ D1 പ്ലസ് D2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B എന്ന് കിട്ടും. ഓക്കെ, D1 പ്ലസ് D2 AB തമ്മിലുള്ള ഡിസ്റ്റൻസ് AB is equal to D1 plus D2. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെർട്ടിക്കൽ ഹൈറ്റുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ബി എന്ന് പറയുന്ന സ്റ്റേഷന്റെ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. ഈ വെർട്ടിക്കൽ ഹൈറ്റ് ബി എന്ന് ഉദ്ദേശിക്കുന്നത് എവിടം തൊട്ട് ഏത് വരെയുള്ള ഹൈറ്റ് ആണ്? നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആക്സിസ് തൊട്ട് സെൻട്രൽ ക്രോസ് ഹെയർ വരെയുള്ള ആ ഒരു ഹൈറ്റ്. അതായത് നമ്മളെ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്റ്റേഷന്റെ മുകളിലത്തെ ലൈൻ ഓഫ് ക്രോസ് ഹെയർ ഉണ്ടല്ലോ, അതിന്റെ സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഒരു ഹൈറ്റ് കേട്ടോ. കണ്ടോ? നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആക്സിസ് തൊട്ട് സെൻട്രൽ ക്രോസ് ഹെയർ വരെയുള്ള ആ ഒരു ഹൈറ്റ് ആണ് V1 എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? V2 മൈനസ് V1 എന്ന് ചെയ്താൽ പോരെ? നോക്കാം. അപ്പൊ V2 is equal to KS sin 2 theta by 2 plus C sin 2 theta. അതിനകത്ത് C sin 2 theta എന്ന് പറയുന്നത് 0 ആയിപ്പോയി. അപ്പോൾ KS sin 2 theta by 2. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ലാപ്പിലെ ചാർജ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ V2 കണ്ടുപിടിച്ചു അല്ലേ. V2 equal to KS sin 2 theta by 2 which is equal to 21.94. അതായത് കെക്ക് നമ്മൾ 100 വാല്യൂ കൊടുത്തു, എസിന് നമ്മൾ 2.3, അതായത് ടോപ്പ് റീഡിംഗ് മൈനസ് ബോട്ടം റീഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 2.3 എന്നാണ്. കണ്ടോ, 3.15 മൈനസ് 0.845 which is equal to 2.3. അപ്പോൾ നമുക്കിവിടെ കെ എസിന് പകരം 2.3 കൊടുക്കാം. ഓക്കെ, then sin 2 theta 2 into theta is equal to 5 degree 30 minute ആണല്ലേ. അപ്പോൾ 2 into 5 degree 30 minute ചെയ്യുമ്പോൾ നമുക്ക് 11 degree എന്ന് കിട്ടി. അപ്പോൾ sin 11 degree divided by 2. ഓക്കെ, അപ്പോൾ അത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 21.94. ഇതെന്താണ്, V1 ഉം V2 ആണ് അല്ലേ. അപ്പോൾ V1 V2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഹൈറ്റ് ആണ് V1 and V2 എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇവിടെ ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ ആണ്. നമുക്ക് മീൻ സീ ലെവലിൽ നിന്നും ആ പോയിന്റിലേക്ക്, അതായത് ബെഞ്ച് മാർക്കിലേക്കുള്ള ഹൈറ്റ് ഓൾറെഡി അറിയായിരിക്കും അല്ലെ. ദെൻ ആ ബെഞ്ച് മാർക്കിലേക്ക് നമ്മളൊരു സ്റ്റാഫ് വെച്ചിട്ട് ആ സ്റ്റാഫിലേക്ക് നമ്മൾ റീഡിംഗ് എടുക്കും. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്കുള്ള ഹൈറ്റ് കിട്ടും. ഡാറ്റത്തിൽ നിന്നും ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്കുള്ള ഹൈറ്റ് കിട്ടും അല്ലെ. അതിൽ നിന്നും എന്ത് ചെയ്താൽ മതി, നമ്മുടെ V1 ഉം V2 ഉം പോയിന്റിനനുസരിച്ചിട്ട് മൈനസ് ചെയ്യും പ്ലസ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോയിന്റിന്റെ എലിവേഷൻ കിട്ടും അല്ലെ. എ പോയിന്റിന്റെ ബി പോയിന്റ് ഒക്കെ എലിവേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെഞ്ച് മാർക്ക് തന്നിട്ടില്ല. ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അതായത് നമുക്ക് ഇവിടേക്ക് എവിടേക്കുള്ള എലിവേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യാണ്, ഈ ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്ക് ഡാറ്റത്തിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്ക് ഡാറ്റത്തിൽ നിന്നും ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് അത് സോൾവ് ചെയ്തിട്ട് വേണം ഇവിടുത്തെ രണ്ട് പോയിന്റിന്റെയും എലിവേഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. ആക്ച്വലി നമുക്കിവിടെ ഒരു ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ രണ്ട് പോയിന്റിന്റെ എലിവേഷൻ വളരെ സുഖമായിട്ട് കണ്ടുപിടിക്കായിരുന്നു. then അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിവേഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് പോയിന്റിന്റെ എലിവേഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എലിവേഷൻ ഡിഫറൻസ് കിട്ടും. അതായത് നമുക്ക് വേണ്ടത് ഒരു ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുമ്പോൾ ഇതുണ്ടോ, ഈ ഒരു ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. 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 ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബെഞ്ച് മാർക്ക് ഇല്ലാത്തത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ ഒരു ഡാറ്റം കൺസിഡർ ചെയ്ത് ഈ ഡാറ്റത്തിൽ നിന്നും ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്കുള്ള ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തത്. മൗസിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ.
ഓക്കെ. നമ്മൾ എടുത്ത ഹൈറ്റ് എക്സ് എന്ന് പറയുന്നത് മൗസ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അത് കാരണം വേണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇവിടെ ഒരു ഡാറ്റ ഉണ്ടായിരിക്കും. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്താണ് കൺസിഡർ ചെയ്യാറ്? മീൻ സീ ലെവൽ അല്ലേ? മീൻ സീ ലെവലാണ് നമ്മുടെ ഡാറ്റ ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ ഡാറ്റത്തിൽ നിന്നും ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്കുള്ള ഹൈറ്റ് ആണ് എക്സ്. ഓക്കെ, ഈ എക്സ് ആണ് നമ്മൾ ഈ എക്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്തു. ഇനി ഇതിന്റെ മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് v1. അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഒരു പോയിന്റിന്റെ എലിവേഷൻ കണക്കാക്കിയത്? അതായത് എക്സ് പ്ലസ്, അതായത് ബെഞ്ച് മാർക്കിന്റെ ഹൈറ്റ് നമ്മൾ പറയുമല്ലോ, എക്സ് പ്ലസ് v1 അല്ലെ? പ്ലസ് v1 എന്ന് പറയുമ്പോൾ എവിടെ എത്തും? പ്ലസ് v1 എന്ന് പറയുമ്പോൾ ഈ ഹൈറ്റ് അല്ലെ? ഈ ഹൈറ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? നമ്മുടെ ഈ ഒരു സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഹൈറ്റ്, അതായത് നമ്മുടെ സെൻട്രൽ സ്റ്റാഫ് റീഡിങ് ഇവിടെ 1.5 ആണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എ പോയിന്റിലേക്കുള്ള ഹൈറ്റ് കിട്ടും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് v1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എക്സ് പ്ലസ് v1 മൈനസ് h1. ഓക്കെ, h1 എന്ന് പറയുന്നത് 1.5 തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. ലെവൽ അറ്റ് എ അല്ലെങ്കിൽ ഹൈറ്റ് അറ്റ് എ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് v1 എന്ന് പറയുന്നത് 16.37 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 16.37. ഓക്കെ, 16.37 മൈനസ് 1.5 നമ്മുടെ സ്മോൾ എച്ച്, അതായത് നമ്മുടെ സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള റീഡിങ്, അതാണ് 1.5 അഥവാ എച്ച്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 16.37 മൈനസ് 1.5 ചെയ്യുമ്പോൾ നമുക്ക് 14.87 കിട്ടും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 14.87 എഴുതാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ലെവൽ അറ്റ് ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ബിക്കുള്ള ലെവൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്ന് ഡാറ്റത്തിലേക്കുള്ള ഹൈറ്റ് ആണ് അല്ലെ? ഡാറ്റത്തിൽ നിന്നും ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്കുള്ള ഹൈറ്റ്. അപ്പോ ഇതാണ് നമ്മുടെ എക്സ്. എക്സിൽ നിന്നും v2 എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? മൈനസ് ചെയ്യണം അല്ലെ? കാരണം v2 എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഹൈറ്റ് ആണ്. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് v2 മൈനസ് h2 എന്ന് വരും. കാരണം h2 എന്ന് പറയുന്നത് സെൻട്രൽ ക്രോസ് ഹെയറിൽ നിന്നും നമ്മുടെ ആ പോയിന്റ് സ്റ്റാഫ് വെച്ച സ്റ്റേഷനിലേക്കുള്ള ഹൈറ്റ് ആണ്. ഓക്കെ, എങ്കിലാണ് നമുക്ക് സ്റ്റാഫ് ഇരിക്കുന്ന പോയിന്റിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് മൈനസ് v2 മൈനസ് h2. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ബി എന്ന പോയിന്റിലേക്കുള്ള ഹൈറ്റ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ വേറൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. എക്സ് മൈനസ് v2 എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 21.94. അപ്പൊ എക്സ് മൈനസ് 21.94 മൈനസ്
2.3. 2.3 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഹൈറ്റ്, സെൻട്രൽ ക്രോസ് ഹെയർ റീഡിംഗ് ആണ്. ഓക്കെ, 2.1 ആണ് കേട്ടോ. ഇവിടെ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. 2.1 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 21.94 മൈനസ് 2.1 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 21.94 മൈനസ് 2.1 ആണ് അല്ലെ, രണ്ട് മൈനസ് ആണ്. സോ ആഡ് ചെയ്യാം. അപ്പൊ എക്സ് മൈനസ് 24.24 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടിയല്ലേ. ഈ രണ്ട് ഇക്വേഷൻസ് എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എ ആണ്. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, അതായത് എയും ബിയും തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്യാം. ഓക്കെ, അതായത് എ പോയിന്റിന്റെ എലിവേഷൻ മൈനസ് ബി പോയിന്റിന്റെ എലിവേഷൻ. അപ്പോൾ എ മൈനസ് ബി എന്നുള്ളതിന് പകരം നമുക്ക് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എലിവേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നുള്ളത് നമുക്ക് കിട്ടും. ഇതാണ് fall from A to B is equal to x plus 14.87 minus x minus 24.24. ഓക്കെ, ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് x പ്ലസ് 14.87 മൈനസ് എക്സ് മൈനസ് 24.24. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 14.87 മൈനസ് ഈ മൈനസ് നമ്മൾ ഉള്ളിലോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ എക്സ് പ്ലസ് 24.24 എന്ന് വരും. ആൻസർ എന്ത് വന്നു? കാരണം മൈനസ് എക്സും ഇവിടെ പ്ലസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ 14.87 പ്ലസ് 24.24 എന്ന് പറയുന്നത് 39.1158 ആണ്. അപ്പോൾ എലിവേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 39.11. കണ്ടോ, ഈ രണ്ട് പോയിന്റും തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 39 ആണ്. എലിവേഷൻ ഡിഫറൻസ്. ഓക്കെ, ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിഫറൻസ് ഇൻ എലിവേഷൻ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 39 കിട്ടി. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? d1 പ്ലസ് d2 അല്ലെ. d1 ഉം d2 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പൊ അതിന്റെ മുന്നേ നമ്മളിത് ഏത് ഈ എയും ബിയും സ്ട്രൈറ്റ് ലൈനിലാണോ കിടക്കുന്നത് എന്നുള്ളതൊന്നും കൂടെ ചെക്ക് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്നത് ഒരു പോയിന്റിൽ, എ ഇരിക്കുന്നത് ഇങ്ങനെ ഒരു പോയിന്റിൽ അല്ലെ, ബി ഇരിക്കുന്നത് ഇവിടെ ഇവിടെ എ. അപ്പൊ അത് ഒരു എലിവേഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം കേട്ടോ. പ്ലാൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതായത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന വ്യൂ ആണ് ഇപ്പൊ ഞാൻ ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ എയും ബിയും സ്ട്രൈറ്റ് ലൈനിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കണ്ടാൽ മതി? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d1 പ്ലസ് d2 ആയിരിക്കും അല്ലെ. അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്റ്റേഷനിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ d1 എന്ന് പറഞ്ഞത്. ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്റ്റേഷനിൽ നിന്നും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറഞ്ഞത്? d2 എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? d1 പ്ലസ് d2 എന്ന് ചെയ്താൽ മതി. അല്ല, ബി പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെയാണ് വന്നതെന്ന് വിചാരിക്കും. ബി എന്ന പോയിന്റ് ഇവിടെയാണ് വന്നത്. അപ്പൊ നമ്മള് d1 പ്ലസ് d2 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? d1 പ്ലസ് d2 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടുമോ? ഇല്ല. അപ്പൊ ഇവിടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത് ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു വശമായിരിക്കും അല്ലെ. ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡാണ് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞ് വരുന്നത്. ബി പോയിന്റ് ഇവിടെയാണെങ്കിൽ കേട്ടോ, ബി പോയിന്റ് ഇവിടെയാണെങ്കിൽ. ബി പോയിന്റ് ഈ ഒരു ഭാഗത്താണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും?
ഈ ഒരു സൈഡ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ സ്ട്രെയിറ്റ് ലൈനിലാണോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ബിയറിങ്ങുകൾ തന്നിട്ടുള്ളത്. രണ്ട് ബിയറിങ്ങുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഈ രണ്ട് പോയിന്റ്സ് എ ആൻഡ് ബി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ബിയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോർത്ത് ഡയറക്ഷൻ. ഇപ്പൊ ഇതിവിടെ തന്നിരിക്കുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഇവിടെ ഡയറക്ഷൻസ് ഒന്നും തന്നിട്ടില്ല. ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം ആണെങ്കിൽ ഇവിടെ നോർത്ത് സൗത്ത് എന്നൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊന്നും തന്നിട്ടില്ലാത്തത് കാരണം നമുക്കിത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഹോൾ സർക്കിൾ ബിയറിംഗിന്റെ കേസിൽ 24 ഡിഗ്രി 30 മിനിറ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നോർത്ത് ഡയറക്ഷനിൽ നിന്നും ലൈനിലേക്കുള്ള ഡീവിയേഷൻ ആണ് 47 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോർത്ത് ഡയറക്ഷനിൽ നിന്നും ലൈനിലേക്കുള്ള ആംഗിൾ ആണ് 47 ഡിഗ്രി. അപ്പൊ ഈ ഒരു ആംഗിൾ ഇതാണ്ടോ. അപ്പൊ നിങ്ങൾ ഈ 47 ഡിഗ്രി എന്ന് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 90ന്റെയും 0ന്റെയും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ അങ്ങോട്ട് അസ്യൂം ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ നമ്മൾ നോർത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഇവിടെ നോർത്ത് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ 47 ആണല്ലേ? 47 is in between 0 and 90. അതായത് ഇവിടെ 0 ആയിരിക്കും. ഹോൾ സർക്കിൾ ബിയറിംഗിന്റെ കേസിൽ ഇവിടെ 0 ആയിരിക്കും. ഇവിടെ 90 ആയിരിക്കും. ഇവിടെ 180 ആയിരിക്കും. ഇവിടെ 270 ആയിരിക്കും അല്ലേ? ലെറ്റുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും മനസ്സിലാക്കാൻ അല്ലേ? നിങ്ങളിപ്പോ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് ആംഗിൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സിസ്റ്റംസ് ഉണ്ട്. ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം. ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 to 360 വരെയുള്ള ഒരു റീഡിംഗ് ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു റൗണ്ട് ഇവിടെ 0 to ഒരു റൗണ്ടിന്റെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി അല്ലേ? അത് കാരണമാണ് നമ്മളതിനെ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ 360 ഡിഗ്രി ആയിരിക്കും അവിടെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്. ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിന്റെ കേസിലാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ഒരു ക്വാർട്ടർ പോർഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു റീഡിംഗ് 0 to 90, ഇവിടെ ഒരു 0 to 90, ദെൻ ഇവിടെ വീണ്ടും 0, ഇവിടെ വീണ്ടും 90. ഇങ്ങനെ 0 to 90 വരെയുള്ള ആംഗിൾസ് മാത്രമാണ് നമുക്ക് തരുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ സർവേയിങ് 1 ഇവർ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങളിപ്പോ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലാണ് ആംഗിൾ തന്നിട്ടുള്ളതെങ്കിൽ 47 എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അപ്പൊ നമ്മൾ പ്രൊട്രാക്ടർ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ ആംഗിൾ വരയ്ക്കാനൊക്കെ അറിയാലോ. 47 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 0യിൽ നിന്നും 47 ഡിഗ്രി മാറി ഒരു ലൈൻ വരയ്ക്കാം. അതിനെയാണ് നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. 227 ആണെങ്കിൽ നമുക്ക് എന്ത് വരും? 180 കഴിഞ്ഞിട്ടാണ് 227 വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നോർത്തിൽ നിന്നും 227 ഡിഗ്രി മാറി ഒരു ലൈൻ. ഓക്കെ, അതാണ് നമ്മുടെ ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ പോയിന്റ് ആണ് എ. ഇത് എയുടെ ഡയറക്ഷൻ ആണ് നമ്മളോട് പറഞ്ഞത് 47 ഡിഗ്രി 30 മിനിറ്റ് എന്ന്. ബിയുടെ ഡയറക്ഷൻ ആണ് 227 ഡിഗ്രി 30 മിനിറ്റ്. ഓക്കെ, ബിയുടെ ഡയറക്ഷൻ ആണ് 227 ഡിഗ്രി 30 മിനിറ്റ്. അപ്പൊ നമുക്കിത് ഒരു സ്ട്രൈറ്റ് ലൈനിലാണോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ആംഗിൾസും തമ്മിലുള്ള ഡിഫറൻസ് 180 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ പോരെ? അതായത് 227 ഡിഗ്രി 30 മിനിറ്റ് മൈനസ് 47 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്നത് 180 ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 227 ഡിഗ്രി 30 മിനിറ്റ് മൈനസ് 47 ഡിഗ്രി 30 മിനിറ്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ എയും ബിയും ഒരു സ്ട്രൈറ്റ് ലൈനിലാണെന്ന് നമുക്ക് പറയാം. 180 ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടോ, ഇത് 47, ഇവിടെ തൊട്ടിട്ട് ഇതുവരെ 227. അപ്പോൾ 227 മൈനസ് 47 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളാണ് നമുക്ക് കിട്ടുക. കണ്ടോ, ഈ ഒരു ആംഗിളാണ് നമുക്ക് കിട്ടുന്നത്. ആ ആംഗിള് 180 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് പോയിന്റ്സും സെയിം സ്ട്രൈറ്റ് ലൈനിലാണെന്ന് പറയാം.
ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നോക്കിയത്. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആണ്. അപ്പോൾ അതെന്തായി? എ ആൻഡ് ബി ഇൻ ദ സെയിം ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ആൻഡ് ദേ ആർ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ഗ്രേഡിയന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്ത് പറയാം? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ത് കിട്ടി നമുക്ക്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് 39.11. അപ്പോൾ 39.11 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ്, അതായത് d1 പ്ലസ് d2, 109 ഡിഗ്രി 109.55 പ്ലസ് 227.88. ഓക്കെ, അപ്പോൾ നമുക്ക് 39.1158 ഡിവൈഡ് ബൈ 337.44 എന്ന് വന്നു. അതായത് 109ഉം 227ഉം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 337.44 എന്നാണ്. അപ്പോൾ ഇത് കിടക്കുന്നത് ഒരു ഭംഗിയില്ലാണ്ടാണ് അല്ലേ? നമ്മൾ സാധാരണ ഒരു ഗ്രേഡിയന്റ് പറയുമ്പോൾ 1 in ഇത്രയെന്ന് പറഞ്ഞിട്ടാണ് പറയുക. 1 in 10, 1 in 20, 1 in 30 എന്നാണ് പറയുക. അപ്പോൾ നമുക്കതിനെ 1 ആക്കണം. അതായത് ഈ മുകളിൽ കിടക്കുന്ന ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ 1 ആക്കണം. 1 in എത്രയിലാണെന്ന് നമുക്ക് പറയണം. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ആംഗിളിനെയും 39.11 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് 39.11 ഡിവൈഡ് ബൈ 39.11 നോമിനേറ്റർ. അപ്പോൾ നോമിനേറ്റർ 1 ആയി. ഡിനോമിനേറ്റർ എന്ത് വരും? 337.44 ഡിവൈഡ് ബൈ 39.44. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടും. അതാണ് 8.629 എന്ന് പറയുന്നത്. 1:2 അല്ലെങ്കിൽ 1 in എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം 1 in 8.629. ഓക്കെ, ഗ്രേഡിയന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് 1 in 8.626 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ചോദിക്കുക കേട്ടോ. ഓക്കെ, അതിന്റെ കുറച്ച് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് ടാൻജൻഷ്യൽ ടാക്യോമെട്രി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടാൻജൻഷ്യൽ ടാക്യോമെട്രി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് അനലൈസ് ചെയ്യണം. അപ്പോൾ ടാൻജൻഷ്യൽ ടാക്യോമെട്രിയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ആംഗിൾസ് മാത്രം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് ടാൻജൻഷ്യൽ ടാക്യോമെട്രി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ സ്റ്റാഡിയ ഡയഫ്രം യൂസ് ചെയ്യുന്നില്ല. സ്റ്റാഡിയ ഡയഫ്രം യൂസ് ചെയ്ത് അതിനകത്ത് 3 ക്രോസ് ഹെയർ ഉണ്ട്. ആ 3 ക്രോസ് ഹെയറിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്ങുകൾ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് എല്ലാം ചെയ്തത് അല്ലേ? കഴിഞ്ഞ പ്രോബ്ലംസ് എല്ലാം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എസ് വേണമായിരുന്നു അല്ലേ? എസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോപ്പ് ആൻഡ് ബോട്ടം ക്രോസ് ഹെയർസ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അത് വേണമായിരുന്നു. പക്ഷെ ടാൻജൻഷ്യൽ ടാക്യോമെട്രിയുടെ പ്രത്യേകത എന്താണ്? ആംഗുലർ മെഷർമെന്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നോട്ട് ദാറ്റ് മച്ച് ആക്യുറേറ്റ്. അതായത് ടാൻജൻഷ്യൽ ടാക്യോമെട്രി എന്ന് പറയുന്നത് നമ്മൾ ടാക്യോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാഡിയ ഡയഫ്രം ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന അത്രയും ആക്യുറേറ്റ് അല്ല. പക്ഷേ നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് മെഷർമെന്റ്സിന് ടാൻജൻഷ്യൽ ടാക്യോമെട്രി ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിലൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. Horizontal and vertical distances from the instrument to the staff positions are computed from the observed vertical angles. Generally used when the theodolite is simple transit type and does not carry any stadia diaphragm. Stadia diaphragm ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും നമ്മൾ സാധാരണ ടാൻജൻഷ്യൽ ടാക്യോമെട്രി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാൻജൻഷ്യൽ ടാക്യോമെട്രി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് ഡിസ്റ്റൻസസിന് അതായത് കിലോമീറ്റർ കണക്കിനൊക്കെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ടാക്യോമീറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ്. ആ ഒരു കേസിലൊക്കെയാണ് നമ്മൾ സാധാരണ ടാൻജൻഷ്യൽ ടാക്യോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് 3 കേസസ് വരുന്നുണ്ട്. 3 കേസും വളരെ സിമ്പിൾ ആണ്.
ഇക്വേഷൻസിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അതെന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാം. സാധാരണ 6 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ബോത്ത് വെർട്ടിക്കൽ ആംഗിൾസ് മേ ബി ഓൺ എലിവേഷൻ, അതായത് രണ്ടും എലിവേറ്റഡ് ആംഗിൾ ആണെങ്കിൽ, then both vertical angles may be angle of depression, അത് രണ്ടും angle of depression ആണെങ്കിൽ, then one angle may be angle of elevation and other may be angle of depression. അങ്ങനെ 3 കേസസ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഓരോ കേസ് ആയിട്ട് അനലൈസ് ചെയ്യാം. അപ്പം നമ്മുടെ കയ്യിൽ ഇതാ ഒരു ഇൻസ്ട്രുമെന്റ്, നമ്മുടെ ഒരു തിയോഡലൈറ്റ് ഉണ്ട്. ഈ തിയോഡലൈറ്റിനകത്ത് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആക്സിസ് എന്താണ്? നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആക്സിസ് ആണ്. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ് ആക്സിസിനെ വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ ആണോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത്. അതായത് ഇൻസ്ട്രുമെന്റ് ആക്സിസിന് മുകളിലാണെങ്കിൽ നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ എന്നും, ഇൻസ്ട്രുമെന്റ് ആക്സിസിന് താഴെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് കുറച്ച് എലിവേറ്റഡ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അല്ലെ? ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. ആ എലിവേറ്റഡ് ആയിട്ടുള്ള പോയിന്റിന് മുകളിലാണ് ഞാൻ ഈ ഒരു സ്റ്റാഫ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ സ്റ്റാഫിൽ 2 ടാർഗറ്റ്സ് ഫിക്സ് ചെയ്യാണ്, B1 ആൻഡ് B2. ഓക്കെ, B1 ആൻഡ് B2 ഈ 2 ടാർഗറ്റ് ഞാൻ ഫിക്സ് ചെയ്തു. ഈ 2 ടാർഗറ്റിലേക്കുള്ള എന്തും കൂടി എടുക്കണം? എലിവേഷൻസും കൂടെ എടുക്കണം. എലിവേഷൻ ഇൻ ദ സെൻസ് വെർട്ടിക്കൽ ആംഗിൾ. B1 എന്ന പോയിന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റിലേക്കുള്ള വെർട്ടിക്കൽ ആംഗിൾ ആണ് θ1. ദെൻ B2 എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റിലേക്ക്, ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്തെങ്കിലും ഒരു ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതാണ് B1 ആൻഡ് B2 ടാർഗറ്റ് നമ്മളോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് എന്തെങ്കിലും നമുക്ക് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ഈ പോയിന്റ് എയിൽ വെച്ചിരിക്കുന്ന സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റാഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ടാർഗറ്റ് മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഈ തിയോഡലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റ് മാത്രമേ നമ്മളവിടെ കാണുള്ളൂ. സ്റ്റാഫിലത്തെ റീഡിങ്ങുകളോ അല്ലെങ്കിൽ സ്റ്റാഫ് കൃത്യമായിട്ടൊന്നും കണ്ടോണമെന്നില്ല, പക്ഷെ ആ ടാർഗറ്റ് നമുക്ക് കൃത്യമായിട്ട് കാണണം. അപ്പൊ അത് വല്ല ബോക്സോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഒരു നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടാർഗറ്റ്. ഓക്കെ, അതാണ് B1 ആൻഡ് B2 എന്നുള്ള 2 പൊസിഷനിലായിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ടെലസ്കോപ്പ് യൂസ് ചെയ്തിട്ട് B1 എന്ന ടാർഗറ്റിലേക്ക് നോക്കും. അപ്പൊ ആ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വെർട്ടിക്കൽ ആംഗിൾ ആണ് θ1. ദെൻ B2 എന്ന ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ ആണ് θ2. ഓക്കെ, അപ്പൊ θ1 എപ്പോഴും നമ്മുടെ അപ്പർ പോയിന്റിലേക്കുള്ള ആംഗിൾ ആണ്. θ1 എപ്പോഴും അപ്പർ പോയിന്റിലേക്കുള്ള റീഡിംഗ് ആണ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആംഗിൾ ആണ്. θ2 എന്ന് പറയുന്നത് എപ്പോഴും ലോവർ പോയിന്റിലേക്കുള്ള ആംഗിൾ ആണ്. അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എടുക്കുമ്പോഴും നമ്മുടെ അപ്പർ പോയിന്റും ലോവർ പോയിന്റും എവിടെയാണോ അവിടേക്ക് എടുക്കുന്ന ആംഗിൾ ആയിരിക്കും. അപ്പർ പോയിന്റിലേക്കാണെങ്കിൽ അത് θ1, ലോവറിലേക്കാണെങ്കിൽ അത് θ2. ദെൻ ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്ക് എടുക്കുന്ന ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ V എന്ന് പറയുന്നത്. സാധാരണ V എന്ന് പറയുന്നത് സെൻട്രൽ ക്രോസ് ഹെയറിലേക്കുള്ള ഹൈറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സ്റ്റാഡിയ ഡയഫ്രം നമ്മൾ എടുത്തു കളഞ്ഞു. സ്റ്റാഡിയ ഡയഫ്രം ഇനി ഇവിടെ ഇല്ല. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ലോവർ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, അല്ലെ? താഴെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഒരു ടാർഗറ്റ് മുകളിലും ഒരു ടാർഗറ്റ് താഴെയായിരിക്കും. അപ്പൊ താഴെയുള്ള ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആണ്. എവിടെ നിന്നുള്ള ഹൈറ്റ് ആണ്? നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും താഴെയുള്ള ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആണ് V എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ H എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്റ്റേഷൻ, ഇൻസ്ട്രുമെന്റ് എന്നല്ല സ്റ്റാഫ് ഇരിക്കുന്ന സ്റ്റേഷൻ ഉണ്ട്. സ്റ്റാഫ് ഇരിക്കുന്ന സ്റ്റേഷനിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആണ് H. ഇതാണ് നമ്മുടെ സ്റ്റാഫ് ഇരിക്കുന്ന പോയിന്റ്. കണ്ടോ, ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ്, സ്റ്റാഫ് ഇരിക്കുന്ന പോയിന്റിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആണ് H. ഓക്കെ, ദെൻ S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടാർഗറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ടാർഗറ്റ്സ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു സ്ലൈഡിനകത്ത് കൊടുത്തിട്ടുള്ളത്. V is the vertical distance between lower vein and the axis of instrument, and height of the H is the height of lower vein
above the staff station. Then S is the distance between targets. Targets തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എസ് എന്ന് പറയുന്നത്. ലോവർ വെയിൻ എന്ന് പറയേണ്ട ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മതി, കാരണം അവിടെ വെയിൻ ഇല്ല. ഓക്കെ, ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മതി, അതേ കുറച്ചും കൂടി ക്യാപ്റ്റ് ആവുള്ളൂ. ടാർഗറ്റ്. അപ്പൊ ഇതൊന്ന് മാറ്റി എഴുതണം കേട്ടോ നിങ്ങൾ. Then vertical distance between lower and upper target. Vertical distance between lower target and axis of instrument. കേട്ടോ. Target. Then theta 1 is the vertical angle made by upper target and theta 2 is the vertical angle made by lower target. ഇത് എപ്പോഴും എല്ലാ കേസിനും സെയിം ആണ്, കാരണം നമ്മൾ 3 കേസ് പറയുന്നുണ്ട്. ആ 3 കേസിലും ഈ നൊട്ടേഷൻസ് ഒക്കെ ഇതേ മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യാണ്. എസ് എന്നുള്ള ഈ എസിന് വേണ്ട ഇക്വേഷൻസ് ഫോം ചെയ്യാണ്. എന്നിട്ട് ഈ കേസ് വെച്ചിട്ട് നമ്മൾ ഡി കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് അതുപോലെ തന്നെ സ്റ്റാഫ് ഇരിക്കുന്ന സ്റ്റേഷനും തമ്മിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഡി. അപ്പൊ ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊക്കെ സ്ട്രൈറ്റ് ലൈൻസ് ആണ് കേട്ടോ. ഞാൻ വരച്ചതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഇതാക്കാം. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് വി എന്ന പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാം? ഇൻസ്ട്രുമെന്റ് ആക്സിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആണ് വി. അപ്പൊ ഇവിടെ നമുക്ക് വിക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. പി നമ്മളിതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി എന്താണ്? വി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആണ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ആണ് ഈ ട്രയാംഗിളിന്റെ, നമ്മുടെ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ടാൻ തീറ്റ എടുത്തു കൊടുക്കാം. ഓക്കെ, കാരണം നമുക്ക് വേണ്ടത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ എടുക്കാം. ഓക്കെ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? വി ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്താണ്? അഡ്ജസന്റ് സൈഡ് ഡി അല്ലെ? അഡ്ജസന്റ് സൈഡ് ഡി അല്ലേ? ടാൻ തീറ്റ 1 അല്ല തീറ്റ 2. ഈ ട്രയാംഗിൾ അല്ലേ നമ്മൾ കൺസിഡർ ചെയ്തത്? ലോവർ ടാർഗറ്റ് വരുന്നത് തീറ്റ 2 എന്ന ആംഗിളിലാണ്. അപ്പൊ തീറ്റ 2 ഓക്കെ, ടാൻ തീറ്റ 2 ഇസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് വരും. ഇതിനകത്ത് നിന്ന് നമുക്ക് വിക്കുള്ള ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? ഡി ടാൻ തീറ്റ 2 എന്ന് കൊടുക്കാം അല്ലെ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വി ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 2. വി ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 2. ദെൻ ഈ വലിയ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം, അതായത് തീറ്റ 1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രയാംഗിൾ. അപ്പോ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ഹൈറ്റ് ഓപ്പോസിറ്റ് സൈഡിന്റെ ആ ഒരു ഹൈറ്റ് എത്രയാ വരിക? വി പ്ലസ് എസ് അല്ലേ? വി പ്ലസ് എസ് എസ് അല്ലേ? വിയും എസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? ഈ ഒരു ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ടാനിനെ കൺസിഡർ ചെയ്യാം. ടാൻ തീറ്റ 1. ടാൻ തീറ്റ 1 ഇസ് ഈക്വൽ ടു എന്ത് വരും? വി പ്ലസ് എസ് ഡിവൈഡഡ് ബൈ ഡി അല്ലെ? വി പ്ലസ് എസ് ഡിവൈഡഡ് ബൈ ഡി. അതിനകത്ത് നിന്ന് നമുക്ക് എന്ത് എഴുതാം? വി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 1 എഴുതിക്കൂടെ? വി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 1. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഈ ട്രയാംഗിൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ റിലേഷൻസ് വെച്ചിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. വി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 1 എഴുതാം. ടാൻ തീറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ വി പ്ലസ് എസ് വരും. അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ
നമ്മുടെ എന്ത് വരും? ഡി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പി പ്ലസ് എസ് ഡിവൈഡ് ബൈ ഡി എന്നുള്ളൊരു ഇക്വേഷൻ വരും. അപ്പോൾ നമുക്ക് അന്ന് വി പ്ലസ് എസ് ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇന്ന് എസിനുള്ളൊരു ഇക്വേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതിന് ഇക്വേഷൻ 1 എന്ന് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് ഇക്വേഷൻ 1. ദിസ് ഈസ് ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മൈനസ് 1, അതായത് ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? വി പ്ലസ് എസ് മൈനസ് വി അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വി പ്ലസ് എസ് മൈനസ് വി, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? ഡി ടാൻ തീറ്റ 1 മൈനസ് ഡി ടാൻ തീറ്റ 2. ഇതിനകത്ത് നിന്ന് 2 വിയും ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ? കാരണം ഒന്ന് പ്ലസ് വിയും ഒന്ന് മൈനസ് വിയും ആണ്. അപ്പോൾ 2 വിയും ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെ ഒരെണ്ണത്തിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സബ്ട്രാക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ഡി ടാൻ തീറ്റ 1 മൈനസ് ഡി ടാൻ തീറ്റ 2. ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഡി ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ 1 d is equal to s divided by tan theta 1 minus tan theta 2 അല്ലേ? d ക്കുള്ള ഇക്വേഷൻ ആയല്ലോ. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് d is equal to s divided by tan theta 1 minus tan theta 2 എന്ന് എടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ സുഖമല്ലേ? d is equal to എന്ത് ചെയ്താൽ മതി? s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. തീറ്റ 1 തീറ്റ 2 എന്തായാലും തന്നിട്ടുണ്ടായിരിക്കും. കാരണം തീറ്റ 1 എന്ന് പറയുന്നത് അപ്പർ ടാർഗറ്റിലേക്കുള്ള ആംഗിൾ ആണ്, തീറ്റ 2 എന്ന് പറയുന്നത് ലോവർ ടാർഗറ്റിലേക്കുള്ള ആംഗിൾ ആണ്. അത് രണ്ടും എന്തായാലും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ ടാൻ തീറ്റ 1 മൈനസ് ടാൻ തീറ്റ 2 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡി കണ്ടുപിടിക്കാം. ഇനി നമുക്ക് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 2 ആണെന്ന്. അതിനകത്ത് ഈ ഡി നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ഡിക്ക് പകരം നമ്മളിപ്പോ കണ്ടുപിടിച്ച എസ് ഡിവൈഡ് ബൈ ടാൻ തീറ്റ 1 മൈനസ് ടാൻ തീറ്റ 2 എന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഇസ് ഈക്വൽ ടു എന്ത് വരും? എസ് ടാൻ തീറ്റ 2 ഡിവൈഡ് ബൈ ടാൻ തീറ്റ 1 മൈനസ് ടാൻ തീറ്റ 2 അല്ലെ? എസ് ഇൻറ്റു ഡി. S tan theta 2 into D അല്ലേ? അപ്പൊ നമുക്ക് വിക്ക് എന്ത് വന്നു? ഡിക്ക് വരെ നമ്മൾ S tan theta 1 മൈനസ് tan theta 2 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് S tan theta 2 ഡിവൈഡ് ബൈ tan theta 1 മൈനസ് tan theta 2 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത് എലിവേഷൻ ഓഫ് ദ സ്റ്റേഷൻ എ എന്ന സ്റ്റേഷന്റെ എലിവേഷൻ എത്രയാണെന്നുള്ളത് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതായത് ഈ പോയിന്റ് ഇരിക്കുന്ന ഈ ഒരു സ്റ്റാഫ് ഇരിക്കുന്ന സ്റ്റേഷനാണ് എ. ഈ സ്റ്റേഷനിലേക്കുള്ള എലിവേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്കുള്ള ഹൈറ്റ്, ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്കുള്ള ഹൈറ്റ് പ്ലസ് വി മൈനസ് എച്ച് അല്ലേ? സുഖല്ലേ? പ്ലസ് വി മൈനസ് എച്ച്. വിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, ഡി ടാൻ തീറ്റ 2 ആണെന്ന്. ഡിക്കുള്ള ഇക്വേഷൻ മാത്രം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ഇന്ന് കണ്ടുപിടിക്കാൻ സുഖമല്ലേ? ഇപ്പൊ നിങ്ങൾ മറന്നുപോയാലും ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കിട്ടാവുന്ന ഇക്വേഷനേ ഉള്ളൂ. അപ്പൊ ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളോട് ഡിറൈവ് ചെയ്യാനൊക്കെ 7 മാർക്കിനൊക്കെ ചോദിക്കാറ്. അപ്പൊ ഇത് നമുക്ക് വളരെ സുഖമുള്ളൊരു പോർഷൻ ആണ്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്കുള്ള ഹൈറ്റ്, അതായത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഹൈറ്റ് പ്ലസ് വി മൈനസ് എച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എ പോയിന്റിലേക്കുള്ള എലിവേഷൻ കിട്ടും അല്ലെ? എ പോയിന്റിലേക്കുള്ള എലിവേഷൻ. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് എന്ന് പറയുന്നത് ബോത്ത് വെർട്ടിക്കൽ ആംഗിൾസ് മേ ബി ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഡിപ്രഷൻ ആംഗിൾ ആയിട്ടാണ് രണ്ട് ആംഗിൾസും കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ടോപ്പ് ടാർഗറ്റും അതേപോലെ തന്നെ ബോട്ടം ടാർഗറ്റും ഉണ്ട്. അപ്പർ ടാർഗറ്റും ലോവർ ടാർഗറ്റും എന്ന് പറയാം. അപ്പൊ ഈ ഒരു സ്റ്റാഫ് ഇവിടെ താഴെ ഇരിക്കുന്നത്. രണ്ട് ആംഗിളും ആംഗിൾ ഓഫ് എലിവേഷൻ ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് എന്ത് വിത്ത് റെസ്പെക്ട് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞു? ഇൻസ്ട്രുമെന്റ് ആക്സിസ്. ഈ ബ്ലാക്ക് ലൈൻ ഇൻസ്ട്രുമെന്റ് ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ ആണോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണോ എന്ന്
ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ അപ്പർ ടാർഗറ്റ് ഉണ്ട്, ഇവിടെ ലോവർ ടാർഗറ്റ് ഉണ്ട്. അപ്പൊ θ1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അപ്പർ ടാർഗറ്റിലേക്കുള്ള ആംഗിൾ ആണ്. അപ്പൊ അപ്പർ ടാർഗറ്റിലേക്കുള്ള ആംഗിൾ എന്ത് വന്നു? θ1 എന്ന് വന്നു. ദെൻ ലോവർ ടാർഗറ്റിലേക്കുള്ള ആംഗിൾ ആണ് θ2. അപ്പൊ അതെന്ത് വന്നു? θ2 എന്ന് വന്നു. പിന്നെ V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൾവേസ് ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും അപ്പർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ്, ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ്. ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആണ് V. അതേപോലെ തന്നെ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ സ്റ്റാഫ് സ്റ്റേഷനിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ്. ഓക്കെ, എപ്പോഴും ലോവർ ടാർഗറ്റിലേക്കുള്ളതാണ് നോക്കുക കേട്ടോ. ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആണ് H എന്ന് പറയുന്നത്. S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടാർഗറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയായിരിക്കും. എപ്പോഴും നമ്മൾ ഈ ടാർഗറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫ്മാന് ഫിക്സ് ചെയ്യാം. 2 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ വെക്കാം. അത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഇതിന് നമുക്ക് V is equal to എന്ത് വരും എന്ന് പറഞ്ഞേ. V is equal to ഇത് ഈ ഒരു ട്രയാങ്കിൾ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. θ2 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് കേട്ടോ. മൗസ് കംപ്ലൈന്റ് ആയത് കാരണം വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. വരയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ, കീപാഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ അതിനകത്ത് നമുക്ക് V is equal to എന്ത് വരും? V is equal to ഇതാണ് D, ഇതാണ് D. ഇൻസ്ട്രുമെന്റും സ്റ്റാഫും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് D. അപ്പൊ ഇതാണ് D. അഡ്ജസന്റ് സൈഡ് ആണ് D വരിക. അപ്പൊ tan θ2 is equal to V divided by D എന്ന് വരും. D is equal to നമുക്ക് എന്താ V is equal to നമുക്ക് എന്താ എഴുതാം? D tan θ2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഈ θ1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇതാണ് θ1. tan θ1 എന്താ വരിക? tan θ1 is equal to opposite side divided by adjacent side. ഇതിനകത്ത് opposite side എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ഹൈറ്റ് ആണല്ലേ. അതെന്താണ്? V minus S അല്ലേ? V minus S ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇതെന്ത് പറയാം? V minus S എന്ന് പറയാം. V minus S. അപ്പോ ഓപ്പോസിറ്റ് സൈഡ് V minus S വരും, ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് D തന്നെ വരും. അപ്പൊ V minus S is equal to D into tan θ1 നമുക്ക് പറയാം. ഇതിനകത്തുനിന്ന് നമുക്ക് V നെ ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് നമുക്ക് S നുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ 1 എന്ന് പ്രൊവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1 - 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? V minus S.
v minus s. അപ്പോൾ ഈ മൈനസ് സൈനിനെ നമ്മൾ അകത്തേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് എസ് എന്ന് പറയുന്നത് പ്ലസ് എസ് ആവും അല്ലേ? അപ്പോൾ v മൈനസ് v പ്ലസ് എസ് എന്ന് വരും. അതായത് രണ്ട് വിയും ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി എസ് ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 2 മൈനസ് ഡി ടാൻ തീറ്റ തന്നെ ഉണ്ടാവുള്ളൂ. അതിനകത്ത് ഡി നമ്മൾ ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ഡി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? എസ് ഡിവൈഡ് ബൈ ടാൻ തീറ്റ 2 മൈനസ് ടാൻ തീറ്റ 1 എന്ന് പറയാം. d is equal to s divided by tan theta 2 minus tan theta 1. ഓക്കെ, അപ്പോൾ അതിനകത്ത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് v is equal to നമ്മൾ ഓൾറെഡി പറഞ്ഞു d tan theta 2 ആണ് അല്ലേ? d tan theta 2 ആണ്. പക്ഷേ ഡിക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഡിക്ക് പകരം s tan theta 2 minus tan theta 1 എന്ന് കൊടുക്കാം. അപ്പോൾ അതെന്ത് വന്നു? s tan theta 2 divided by tan theta 2 minus tan theta 1. അപ്പോൾ ഇത് എന്ത് കേസിലാണ്? both angles are in angle of depression. both angles are in angle of elevation ന്റെ കേസിൽ എന്തായിരുന്നു? നമുക്ക് theta 1 minus theta 2 ആയിരുന്നു. ഇവിടെ ഇപ്പോൾ വന്ന അതായത് both angles are in angle of depression എന്നുള്ള കേസിൽ എന്ത് പറഞ്ഞപ്പോൾ എന്ത് വന്നു? tan theta 2 minus theta 1 എന്നാണ് ഡിനോമിനേറ്റർ വന്നത്. ആ ഡിനോമിനേറ്ററിലുള്ള ആ ഒരു വ്യത്യാസം മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. എല്ലാ ഇക്വേഷനും ഇതേപോലെ തന്നെയാണ്. ഇനി ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും വരുന്ന ഒരു കേസ്, ഇതിൽ തീറ്റ 1 പ്ലസ് തീറ്റ 2 ആയിരിക്കും ഉണ്ടാവുക. അതായത് ടാൻ തീറ്റ 1 പ്ലസ് ടാൻ തീറ്റ 2. അപ്പോൾ അതെങ്ങനെ ഡിറൈവ് ചെയ്യാനും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആക്സിസ്. ഇൻസ്ട്രുമെന്റ് ആക്സിസിലേക്കുള്ള ഹൈറ്റ് നമ്മൾ ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ലൈനിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പർ ടാർഗറ്റിലേക്കുള്ള ആംഗിളാണ് തീറ്റ 1, ലോവർ ടാർഗറ്റിലേക്കുള്ള ആംഗിളാണ് തീറ്റ 2. അപ്പോൾ തീറ്റ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും അപ്പർ ടാർഗറ്റിലേക്കുള്ള ഒരു ആംഗിൾ ആട്ടോ നമുക്ക് കിട്ടുക. അതായത് നമ്മുടെ ട്രുണിയൻ ആക്സിസ് ഉണ്ടല്ലോ, നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ്, ട്രുണിയൻ ആക്സിസ്, ആ ട്രുണിയൻ ആക്സിസിൽ നിന്നും നമ്മൾ ഏത് പോയിന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിലേക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ആ വെർട്ടിക്കൽ ആംഗിൾ ആണ് നമ്മൾ ഈ വെർട്ടിക്കൽ സർക്കിളിൽ നിന്ന് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെലസ്കോപ്പ് ടാർഗറ്റിലേക്ക് സൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടാർഗറ്റിലേക്കാണോ നോക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന വെർട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ആക്ച്വലി ട്രുണിയൻ ആക്സിസിൽ നിന്നും നമ്മുടെ പോയിന്റിലേക്കുള്ള ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ആക്സിസ് എന്ന് പറയുന്നു. ഓക്കെ, ദെൻ തീറ്റ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടം ടാർഗറ്റിലേക്ക്, ലോവർ ടാർഗറ്റിലേക്കുള്ള റീഡിങ് വെർട്ടിക്കൽ ആംഗിൾ ആണ് തീറ്റ 2. ദെൻ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, വി എന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു നമ്മുടെ ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആയിരുന്നു വി. ഇൻസ്ട്രുമെന്റ് ആക്സിസിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ്. എസ് എന്തായിരുന്നു? എസ് എന്ന് പറയുന്നത് ടാർഗറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ട് ടാർഗറ്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ദെൻ എച്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സ്റ്റേഷനിൽ നിന്നും, അതായത് സ്റ്റാഫ് സ്റ്റേഷനിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് വി. വി എന്താണ്? ഇതുണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി നമുക്ക് വി കണ്ടുപിടിക്കാം. ഈ ഒരു ലോവർ ട്രയാങ്കിൾ കേട്ടോ. ഈ ഒരു വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അത് കാരണം ഞാൻ വരയ്ക്കുന്നില്ല. ഈ ഒരു ലോവർ ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഈ ട്രയാങ്കിൾ. ഓക്കെ, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ വി ഇസ് ഈക്വൽ ടു ദ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് നമുക്ക് ടാൻ തീറ്റ 2 എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? വി ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 2 എന്ന് വരും. അതേപോലെ തന്നെ തീറ്റ 1ന്റെ സൈഡ് എടുക്കുമ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എസ് മൈനസ് വി എന്നാണ് വരിക. ഓക്കെ, ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് എസ് മൈനസ് വി, അതായത് ടോട്ടൽ എസ് എന്ന് പറയുന്നത് രണ്ട് ടാർഗറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. വി എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ടാർഗറ്റ്, ട്രുണിയൻ ആക്സിസിൽ നിന്നും ലോവർ ടാർഗറ്റിലേക്കുള്ള ഹൈറ്റ് ആണ് വി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എസ് മൈനസ് വി ആണ് ഈ ഒരു സൈഡ് വരിക. ഓക്കെ, അപ്പോൾ എസ് മൈനസ് വി ടാൻ തീറ്റ 1 ഇസ് ഈക്വൽ ടു എസ് മൈനസ് വി ഡിവൈഡ് ബൈ ഡി എന്ന് വരും. അങ്ങനെ നമുക്ക് എസ് മൈനസ് വി ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ 1 എന്ന് എഴുതാം.
ഓക്കെ, അത് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടില്ല, നിങ്ങളത് മനസ്സിലാക്കുക. ദെൻ ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. വിനെ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? വി എന്ന ടേമിനെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ 1 - 2 ചെയ്താൽ മതി, 1 + 2 ചെയ്താൽ മതി. ഓക്കെ, വി പ്ലസ് എസ് മൈനസ് വി, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിനെ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ വി പ്ലസ് എസ് മൈനസ് വി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി എസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആകുമ്പോൾ 1 + 2 എന്ന് പറയുമ്പോൾ ഡി ടാൻ θ2 പ്ലസ് ഡി ടാൻ θ1. ഓക്കെ, അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡി നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക, ടാൻ θ1 പ്ലസ് ടാൻ θ2 എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഡി ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? എസ് ഡിവൈഡ് ബൈ ടാൻ θ1 പ്ലസ് ടാൻ θ2. ഡി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ ടാൻ θ1 പ്ലസ് ടാൻ θ2. അങ്ങനെ നമുക്ക് ഡിക്കുള്ള ഇക്വേഷൻ കിട്ടി. പിന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വി ഇസ് ഈക്വൽ ടു നമുക്കറിയാലോ ഡി ടാൻ θ2 ആണെന്ന്. അതിനകത്ത് ഡിക്കുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? എസ് ഇൻറ്റു ടാൻ θ2 ഡിവൈഡ് ബൈ ടാൻ θ1 പ്ലസ് ടാൻ θ2 എന്ന് വരും. ഇനി നമുക്ക് ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്റ്റാഫ് ഇരിക്കുന്ന സ്റ്റേഷന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതൊക്കെ നിങ്ങൾ ഈ ഫിഗർ വരച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ സുഖമാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സ്റ്റാഫ് ഇരിക്കുന്ന സ്റ്റേഷന്റെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ നമുക്ക് ട്രുണ്യൻ ആക്സിസിലേക്കുള്ള ഹൈറ്റ് നമുക്ക് ഏത് വിധേനയും കണ്ടുപിടിക്കാം. അതായത് വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ബെഞ്ച് മാർക്ക് കൺസിഡർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഹൈറ്റ് നമുക്ക് എപ്പോഴും അറിയാം. ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റുകളാണ് നമ്മൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഹൈറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വി യു എച്ച് എന്ന് മൈനസ് ചെയ്താൽ മതി അല്ലെ. ഇവിടെ നോക്കി നോക്കൂ, വി മൈനസ് എച്ച്. വി മൈനസ് എച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്നും വി മൈനസ് എച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന പോയിന്റിന്റെ ഹൈറ്റ് കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് വി മൈനസ് എച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ആ ഒരു എലിവേഷൻ ഓഫ് സ്റ്റാഫ് സ്റ്റേഷൻ കിട്ടും. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞോ, both angles may be in angle of depression. അപ്പോൾ ഈ കേസിൽ നമ്മൾ പറഞ്ഞത് ഇല്ല അല്ലേ. അപ്പോൾ ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്റ്റാഫ് ഇരിക്കുന്ന സ്റ്റേഷന്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഹൈറ്റ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ് ആക്സിസ് അത് നമുക്കറിയാം. അതിൽ നിന്നും വി മൈനസ് ചെയ്യുക, എച്ച് മൈനസ് ചെയ്യുക. അപ്പോൾ അതും സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് മൈനസ് വി മൈനസ് എച്ച്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലം കൂടി ചെയ്ത് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. താങ്ക് യു ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. ഞാൻ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സ്ലൈഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ, നോട്ട് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം.